ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ച് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ കുറച്ച് സമയം ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. നെഹമ്യയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതിയായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ധ്യാനത്തിന് ഈ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിൽ നട്ടലിന് ക്ഷതമേൽച്ച് പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ ബെഡിൽ കിടന്ന ഒരു രോഗിയായ ഒരു മകൻ കടന്നു വന്നു. അപ്പോൾ ഈ വചനം ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ മകൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനത്തിൻ്റെ ആദ്യ പോർഷൻ ഭയങ്കരമായിട്ട് ഉള്ളിലിങ്ങനെ തുളച്ചിങ്ങനെ കയറി. അവൻ്റെ മനസ്സിൽ ഒരാഗ്രഹം കടന്നു വന്നു, എനിക്ക് ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ എല്ലാം മറന്ന് ഒന്ന് സ്തുതിക്കണം. എനിക്കും ഈ വചനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ദൈവത്തെ എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഈ മകൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മകൻ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ഒരു കൈ മാത്രം പൊങ്ങുന്ന സമയത്ത് ഒരു കൈ പൊക്കി ഈ മകൻ ഇങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകൻ പോലും അറിയാതെ തളർന്ന ഇടത് കൈ, കാൽമുട്ടുകൾ, കാലുകൾ, വിരലുകൾ എല്ലാം ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. ശരീരത്തിൽ എന്തോ ഒരു ശക്തി കടന്നു വരുന്നതായിട്ട് അവൻ അനുഭവവേദ്യമായി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് തളർന്നു കിടന്ന ഈ മകൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതിച്ച് നേരെ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ആ നടുവിലൂടെ നടന്നു വന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എല്ലാം മറന്ന് ദൈവത്തെ 2 കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് കണ്ട ജനം മുഴുവനും അവിടെ കരച്ചിലും നിലവിളിയും സ്തുതി ആരാധനകളുടെ ഒരു പെരുമഴയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മളും നിരവധി പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. ഈ സമയം നമുക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ആഗ്രഹിക്കാം. ഏത് മേഖലയിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ, രോഗമായിരിക്കാം, അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് നമ്മളെല്ലാവരും. ആ പ്രശ്നങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ 3 യുവാക്കൾ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചതുപോലെയുള്ള ഒരു സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, തപ്പുകൊട്ടി താളം അടിച്ച് നൃത്തം ചെയ്ത് വാദ്യാഘോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ നിമിഷം ആഗ്രഹിക്കുക. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവത്തെ എല്ലാം മറന്ന് പാടി സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഹൃദയത്തിൽ ഒന്ന് ആഗ്രഹിക്കാമോ? സങ്കീർത്തനങ്ങൾ 26:6-7 തിരുവചനങ്ങൾ പറയുന്നു, ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. സങ്കീർത്തകൻ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ സമയം പ്രാർത്ഥിക്കാം. പറ്റുന്നവരെല്ലാം ഈ സമയം കണ്ണുകൾ അടച്ച് 2 കരങ്ങളും പരിപൂർണമായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ.
മുട്ടുകളെല്ലാം നല്ലതുപോലെ നിവർത്തിപ്പിടിച്ച് പരിപൂർണമായിട്ടും നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, എൻ്റെ പ്രിയമുള്ള ഈശോയെ, എനിക്ക് അവിടുന്ന് നൽകിയ ഈ സ്വരം, ഈ ശബ്ദം നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഉള്ള ഒരു അഭിഷേകം എന്നിലേക്ക് ഈ നിമിഷം ചൊരിയണമേ. ഈശോയെ, ഈ നിമിഷം എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ പോരാ, സ്വരമുയർത്തേ, സർവശക്തിയോടെ സ്തുതിച്ചേ. സ്തുതിയുടെ ഒരു അഭിഷേകം ഒഴുകട്ടെ, സ്തുതിയുടെ ഒരു അഭിഷേകം ഒഴുകട്ടെ ശരീരങ്ങളിലേക്ക്, കൈകാലുകളിലേക്ക്. യേശുവിന്റെ സ്തുതിയുടെ ഒരു അഭിഷേകം ഒഴുകട്ടെ. യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാമോ? യേശുവേ, കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് എല്ലാ മക്കളും ശക്തിയോടെ കരങ്ങളടിച്ച്, കരങ്ങൾ താഴ്ത്തി, രണ്ട് വശങ്ങളിലേക്ക് കരങ്ങളടിച്ച്. യേശുവേ, പാടിടാം, കിന്നരമീട്ടി സ്തുതിക്കാം, ഇസ്രായേലിൻ ദൈവത്തെ പാടി ചേർന്ന് പാടി. എല്ലാവരും അടുത്തിരിക്കുന്ന ആളെയൊക്കെ ഒന്ന് നോക്കി വലിയ സന്തോഷത്തോടെ, വലിയ അഭിഷേകത്തോടെ പാടിക്കേ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ച്, ഒന്ന് പുഞ്ചിരിച്ചേ. പാറകളെ മെഴുകുപോലൊരുക്കും അവൻ, പർവ്വത നിരകളെ തകർക്കുമവൻ. പകലോ മേഘത്താൽ മറയ്ക്കുമവൻ, രാത്രിയിൽ അഗ്നിയായി ജ്വലിക്കുമവൻ. ഉയർത്തി അടിച്ച് പാടിടാം, കിന്നരമീട്ടി സ്തുതിക്കാം, ഇസ്രായേലിൻ ദൈവത്തെ പാടി സ്തുതിക്കാം. തപ്പുകൊട്ടി പാടിടാം, കിന്നരമീട്ടി സ്തുതിക്കാം, ഇസ്രായേലിൻ ദൈവത്തെ പാടി സ്തുതിക്കാം. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അഭിഷേകം ഒഴുകട്ടെ, സ്തുതിക്കുവാനുള്ള അഭിഷേകം നിറയട്ടെ, അതിരങ്ങളിലേക്ക് സ്തുതിയുടെ അഭിഷേകം നിറയട്ടെ, ശരീരം മുഴുവനിലേക്കും യേശു സ്തുതിയുടെ അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കാമോ? യേശുവേ വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്, കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച്, ആടി പാടി. നന്മകളോർത്തിടുമ്പോൾ അത്യുന്നതനെ നിന്നെ സ്തുതിച്ചിടുന്നു. പരലേറും ജീവിതയാത്രയതിൽ തണലായി തുണയായി വഹിച്ചിടണേ. പാടിടാം, കിന്നരമീട്ടി സ്തുതിക്കാം, ഇസ്രായേലിൻ ദൈവത്തെ പാടി സ്തുതിക്കാം. തപ്പുകൊട്ടി പാടിടാം, കിന്നരമീട്ടി സ്തുതിക്കാം,
ഇസ്രായേലിൻ ദൈവത്തെ പാടി കരങ്ങൾ താഴ്ത്തി അടിച്ച്, കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ 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 എല്ലാവരും ചേർന്ന് പാടിക്കേ. ആവർത്തിച്ച് ആവർത്തിച്ച് പാടാം. ഹല്ലേലൂയ 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 ആവർത്തിച്ച് ആവർത്തിച്ച് ശക്തമായി കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ യേശുവേ രാജാതിരാജനെ സ്തുതിച്ച്, സർവ്വശക്തനെ സ്തുതിച്ച്, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്, പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തോണ്ട് സ്തുതിച്ച ഈ സമയത്ത് സ്തുതിച്ച് അഭിഷേകം തടയട്ടെ. സ്ത്രീയുടെ വലിയ കൃപ ഒഴുകട്ടെ. കരകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് സ്തുതിച്ച് ശാന്തതയിലേക്ക് ഈ സമയം കടന്നു വരാം. പരിപൂർണ ശാന്തതയിലേക്ക് കടന്നു വരാം. ഒന്ന് ദിനവൃത്താന്തം 29:13 തിരുവചനം പറയുന്നു, ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ തിരുവചനം പറയുന്നു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ
അമാന്തിക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈശോയുടെ സന്നിധിയിൽ നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുക. എണ്ണി തീരാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളല്ലേ നമ്മുടെ യേശു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോലും അറിയാതെ എന്നെ ഇത്രമാത്രം വഴി നടത്തുന്ന എൻ്റെ ഈശോ, ആ യേശുവിൻ്റെ മുൻപിൽ കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് നന്ദി പറഞ്ഞ് ഈ ഒരു ആയുസ്, ഈ ഒരു ജീവിതം, നമ്മളുടെ അനുദിന ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ ചൊരിയുന്നത്. ആ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ നിമിഷം ഒന്ന് നന്ദി പറഞ്ഞേ, നീ ആഗ്രഹിച്ചേ, അതിനുള്ള കൃപ ഈശോ ഈ നിമിഷം തരും. ഓരോ നിമിഷവും ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ നന്ദി പറയുമ്പോൾ ഓരോ നന്ദി പറച്ചിലും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത് അങ്ങനെയാണ്. തൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത ഓരോ കാര്യത്തിനും ഫൗസ്റ്റീന പുണ്യവതി നന്ദി പറയും. ഓരോ നന്ദി പറഞ്ഞ് ഓരോ ചെറിയ കാര്യത്തിന് പോലും പുണ്യവതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം നന്ദികളാണ് നാം പറയേണ്ടത്. ഈ നിമിഷം പൂർണ്ണമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ണുകൾ അടച്ച് ആയിരിക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക്, നിങ്ങളുടെ ഉൾക്കണ്ണുകളിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയേണ്ട നിമിഷമാണിത്. നിങ്ങൾ തന്നെ ഒന്ന് നന്ദി പറഞ്ഞേ, ഈശോയെടുത്ത് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് നന്ദി പറഞ്ഞേ. ജീവിതത്തിൽ യേശു ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഒന്ന് ഓർത്തൊന്ന് നന്ദി പറയാൻ ശ്രമിച്ചേ. നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പലതും നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരും. ഈശോ അത് ചെയ്തില്ലേ, ഈശോ ഇത് ചെയ്തില്ലേ. അതിനെല്ലാം ഈ സമയം ഓർമ്മ വരുന്ന എല്ലാത്തിനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് നന്ദി പറഞ്ഞേയും. ഈശോയെ നന്ദി പറഞ്ഞേ, ഈശോയെ നന്ദി പറഞ്ഞു. എണ്ണി ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നന്ദി പറയുവാനുള്ള വലിയൊരു അഭിഷേകം ഈ സമയം നിങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ. എല്ലാ മക്കളും ആഗ്രഹത്തോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി പറയുക. നിങ്ങൾ നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നറില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എന്തൊക്കെ പ്രതിസന്ധിയുടെ നടുവിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും എന്നെ കരം പിടിച്ച് വഴി നടത്തിയ എൻ്റെ ഈശോയെ, അപ്പാ ഞാനിതാ നന്ദി പറയുന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു അപ്പാ. യേശുവേ,
വച്ച വൈരിയൻ കണ്ണിൻ മുന്നിൽ പതറാതെ ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുന്നിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ജീവിതത്തിൽ പല പ്രയാസ രോഗ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയപ്പോഴും എനിക്ക് സൗഖ്യം നൽകുകയും എൻ്റെ വഴികൾ തുറന്നു തരികയും ചെയ്ത ഈശോയെ ഞാനിതാ നന്ദി പറയുന്നു. അപ്പാ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഈശോയേ, നന്ദി പറയുന്നു ഈശോ. എല്ലാത്തിനും നന്ദി പറയുന്നു ഈശോ. കരകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാത്തിനും നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി. ഈശോയെ ഈശോയെ ഈശോ പരിപൂർണമായ ഈശോയുടെ ആ വലിയ സ്നേഹത്തിലായിരുന്നു കൊണ്ട് പരിപൂർണ നിശബ്ദതയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് പാടാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചങ്ക് കൊടുത്തൊന്ന് പാടാമോ? ഇന്നയോളം തൻ്റെ ഭുജത്താൽ ഇന്നയോളം തൻ ഭുജത്താൽ ഈശോയെ എന്നെ
ഈശോയെ നന്ദി. താങ്ക് യു ജീസസ്. എല്ലാത്തിനും നന്ദി ഈശോയെ. ഈശോയെ മഹത്വം. ഈശോയെ ആരാധന. ആമേൻ.